പ്രിയ സഹോദരങ്ങളെ, ജീവനെ ആദരിക്കുക അത് അടിസ്ഥാനപരമായ ധാർമ്മിക നിയമമാണ്. ആ ജീവനെ നിലനിർത്തുവാൻ മനുഷ്യനെ സഹായിക്കേണ്ടതാണ് എല്ലാ ഭരണകൂടങ്ങളും. ഏറെ പ്രത്യേകിച്ച് പാർശ്വവൽക്കൃതമായ വിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടുന്ന ഭരണകൂടം പ്രത്യേകമായും കലാപങ്ങളും മറ്റുമൊക്കെ സംഭവിക്കുമ്പോൾ നിസ്സംഗമായിരിക്കുന്നത് ശരിയല്ല. അവർ രക്ഷയ്ക്കെത്തുകയും അവർ സുരക്ഷിതത്വം ഉറപ്പാക്കുകയും വേണം. മണിപ്പൂരിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് വധിക്കപ്പെടുകയും ക്രൂരമായി നീചമായ പ്രവർത്തികളും കയ്യേറ്റങ്ങളും സഹിക്കേണ്ടി വരികയും ചെയ്തത്. അവരെ സംരക്ഷിക്കുവാൻ ശ്രമിക്കാതെ അവരെ കലാപത്തിന് വിട്ടുകൊടുത്ത വലിയ ഒരു ദുരന്ത കാഴ്ചയാണ് നാം മണിപ്പൂരിൽ കണ്ടത്. അത് തുടരാൻ അനുവദിക്കരുത്, അത് പടരാൻ അനുവദിക്കരുത്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് എണ്ണ അല്ലെങ്കിൽ ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഭൂമാഫിയകളുടെയും കോർപ്പറേറ്റുകളുടെയും ഒത്താശയ്ക്ക് വേണ്ടി മലയോരങ്ങളും മറ്റും പിടിച്ചടക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അവിടുത്തെ സാധാരണ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരെ അകറ്റുവാൻ അവർ തമ്മിൽ പണ്ടുണ്ടായിരുന്ന വൈര്യം ഉണ്ടാക്കിക്കൊണ്ട് തമ്മിലടിപ്പിച്ച് ഈ വലിയ ക്രൂരത ചെയ്ത് അതിൻ്റെ ഇടയിൽ മതപരമായിട്ടുള്ള സ്പർദ്ധയും വളർത്താൻ ദേവാലയങ്ങളും മറ്റുമൊക്കെ ദാരുണമായിട്ട് നശിപ്പിച്ചത്. ഇതാണ് ഭാരതത്തിനെതിരായിട്ടുള്ള മനോഭാവം. ഭരണകൂടം അതിനെ പിന്താങ്ങുമ്പോൾ അവർ രാജ്യത്തെ ദ്രോഹിക്കുന്നവരായിത്തീരുന്നു. അവർ മുദ്ര കുത്തുന്നവരല്ല രാജ്യദ്രോഹികൾ, അവരാണ് രാജ്യത്തെ ദ്രോഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ തിന്മകളിൽ നിന്ന് പിന്മാറാൻ അവരും അവരെ പിന്താങ്ങുന്ന ആളുകളും ശ്രമിക്കുന്നതിന് അവർ എല്ലാ പ്രവർത്തികളും ചെയ്യണമെന്ന്, അവരാൽ കഴിയുന്ന എല്ലാ നടപടികളും എടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.